108 അയ്യപ്പ ക്ഷേത്രങ്ങളിലൊന്നാണ് മലമൽക്കാവ് അയ്യപ്പ ക്ഷേത്രം. തൃത്താലയ്ക്കടുത്ത് അനക്കര പഞ്ചായത്തിൽ പാലക്കാട് ജില്ലയിലാണ് ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മലമേൽക്കാവ്, മലമൽക്കാവ്, മലയിൽക്കാവ് എന്നിങ്ങനെ പല പേരുകളിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ടെങ്കിലും എല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ മലയുടെ മുകളിലായോ അതിനടുത്തായോ സ്ഥിതി ചെയ്യുന്ന കാവിനെയാണ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഒരു വലിയ മലയുടെ മുകളിലല്ല ക്ഷേത്രമെങ്കിലും പ്രദേശത്തെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഒരൽപ്പം ഉയർന്ന സ്ഥലത്താണ് ഇതിന്റെ സ്ഥാനം. മലമൽക്കാവിന്റെ ചരിത്രം തിട്ടപ്പെടുത്താൻ രേഖകൾ കുറവാണെങ്കിലും 300-ലധികം വർഷത്തെ പഴക്കം ഇതിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചെറുമന്മാരും മറ്റു ഗോത്രവർഗക്കാരും ധാരാളമായി താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. ഒരു പുരാണ കഥ പ്രകാരം നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാലിമേച്ചു നടന്നിരുന്ന ഒരു ചെറുമൻ ദമ്പതികൾ തങ്ങളുടെ അരിവാൾ കൊണ്ട് ഒരു പാറയിൽ അബദ്ധത്തിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് രക്തം വന്നു. ആ പാറയെ ഒരു ദിവ്യശിലയായി കണ്ട് അവിടെ ആരാധന തുടങ്ങി. കാലക്രമേണ അതൊരു പ്രതിഷ്ഠയായി മാറുകയും അതോടൊപ്പം ഒരു ചെറിയ അമ്പലം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. താനെ ഉടലെടുത്ത ദിവ്യത്വം വിളിച്ചോതുന്ന ഈ ഐതിഹ്യം മലമൽക്കാവിന്റെ ആത്മീയ അടിത്തറ വ്യക്തമാക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പ്രഭാസത്തിക സമേതനായ ശ്രീ അയ്യപ്പനാണ്. കിഴക്കോട്ടാണ് ദർശനം. കൂടാതെ ശിവൻ, കന്നിമൂല ഗണപതി, രുദ്രമഹാകാളൻ, ഭഗവതി, വേട്ടക്കാരൻ തുടങ്ങിയ ഉപദേവതകളും ഇവിടെ കുടികൊള്ളുന്നു. വള്ളുവനാടിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും ഇഴചേർന്ന് കിടക്കുന്ന ഈ ദേവാലയം വടക്കേ മലബാറിലെ ക്ഷേത്ര സങ്കല്പങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാവുകൂടിയാണ്. പടിഞ്ഞാറേപ്പട്ട് നമ്പ്യാർ തറവാടിന്റെ ഉടമസ്ഥതയിലാണ് ക്ഷേത്രം നിലനിന്നിരുന്നത്. മലമൽക്കാവിനെ പ്രശസ്തമാക്കുന്ന മറ്റൊരു ഘടകം അവിടുത്തെ തായമ്പക ശൈലിയാണ്. മലമൽക്കാവ് തായമ്പക ശൈലിക്ക് കേരളീയ വാദ്യകലയിൽ തനതായ സ്ഥാനമുണ്ട്. ക്ഷേത്രോത്സവങ്ങളിലെ പ്രധാന ആകർഷണമായ തായമ്പക ക്ഷേത്രത്തിന്റെ പൗരാണികതയും കലാപാരമ്പര്യവും വിളിച്ചോതുന്നു. മലമൽക്കാവ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതിനെ ഒരു തീർത്ഥാടന കേന്ദ്രമായി നിലനിർത്തുന്ന അത്ഭുത രഹസ്യവുമാണ് ക്ഷേത്രക്കുളത്തിൽ വിടരുന്ന ചെങ്ങഴിനീർ പൂവ്. ഈ പൂവ് മലമൽക്കാവിന്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത്ഭുതത്തിന്റെയും ഐതിഹ്യത്തിന്റെയും മറയിട്ട ആ പുഷ്പത്തിന് മലമൽക്കാവ് അയ്യപ്പ ക്ഷേത്രത്തോളം പഴക്കമുണ്ട്. ചെങ്ങഴിനീർ പൂവ് ഒരു സാധാരണ പൂവല്ല. ശിവക്ഷേത്രങ്ങളിലെ കലശം അഥവാ കലശാഭിഷേകം പോലുള്ള പ്രധാനപ്പെട്ട താന്ത്രിക ചടങ്ങുകൾക്ക് ഈ പൂവ് ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ്. മറ്റു പല ക്ഷേത്രങ്ങളിലും ചെങ്ങഴിനീർ പൂവ് ലഭ്യമല്ലാത്തതിനാൽ കലശാദി കർമ്മങ്ങൾക്കായി ഈ പൂവ് അത്യധികം ആവശ്യമായി വരുന്നു. തൃശൂർ ജില്ലയിലെ വടക്കുന്നാഥൻ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി പ്രമുഖ ക്ഷേത്രങ്ങളിൽ മലമൽക്കാവിൽ നിന്നുള്ള ഈ പുഷ്പമാണ് കലശത്തിനായി ഉപയോഗിച്ചിരുന്നത്. സാധാരണ താമരയിൽ നിന്നും ആമ്പലിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് പ്രത്യേകമായ രൂപവും നിറവുമാണ്. പലപ്പോഴും ഇളം നീല കലർന്ന വയലറ്റ് നിറത്തിലോ കടും ചുവപ്പ് കലർന്ന നിറത്തിലോ ഉള്ള ആമ്പൽ വർഗത്തിൽപ്പെട്ട പുഷ്പമാകാം ഇത്. എന്നാൽ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ ഇത് നീലത്താമര തന്നെയാണ്. ഈ പുഷ്പം ക്ഷേത്രക്കുളത്തിൽ വിരിയുന്നതിന് പിന്നിൽ ഒരു വ്യവസ്ഥയുണ്ട്. അതാണ് മലമൽക്കാവിനെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ചെങ്ങഴിനീർ പൂവ് ആവശ്യമുള്ള ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളോ അല്ലെങ്കിൽ കാര്യസിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭക്തരോ ക്ഷേത്രത്തിൽ ഒരു അപേക്ഷ സമർപ്പിക്കണം. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് മുന്നിലെ തൃപ്പടിയിൽ ഒരു നിശ്ചിത തുക കാണിക്കയായി സമർപ്പിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയുടെ ഫലമായി വിശ്വാസം സത്യമെങ്കിൽ പിറ്റേ ദിവസം അതിരാവിലെ ക്ഷേത്രത്തിലെ കുളത്തിൽ അവർ ആവശ്യപ്പെട്ട ചെങ്ങഴിനീർ പൂവ് വിരിഞ്ഞിട്ടുണ്ടാകും. മലമൽക്കാവിലെ വലിയ ക്ഷേത്രവളപ്പിൽ പ്രത്യേകം കെട്ടിയ 2 ചെറിയ കുളങ്ങളിലാണ് ഈ അത്ഭുത പുഷ്പം വിരിയുന്നത്. ഈ പ്രാർത്ഥനയുടെ ഫലമായി പൂവ് വിരിഞ്ഞ് കാണാത്തവരില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇതൊരു യാദൃശ്ചികതയല്ല, മറിച്ച് പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ശക്തിയായാണ് ഭക്തർ ഇതിനെ കാണുന്നത്. ഒരു ദൈവികമായ ഉറപ്പ് നൽകുന്ന പ്രതിഭാസമാണിത്. മലമൽക്കാവ് അയ്യപ്പ ക്ഷേത്രം കേരളത്തിന് പുറത്തും അറിയപ്പെടാൻ തുടങ്ങിയത് മലയാളത്തിന്റെ മഹാകഥാകാരൻ MT വാസുദേവൻ നായരുടെ സാഹിത്യത്തിലൂടെയാണ്. MT എഴുതിയ പ്രശസ്തമായ ചെറുകഥയാണ് നീലത്താമര. ഈ കഥ പിന്നീട് അതേ പേരിൽ സിനിമയാവുകയും ചെയ്തു. MT വാസുദേവൻ നായർ ജനിച്ചത് മലമൽക്കാവിനടുത്തുള്ള കൂടല്ലൂരിലാണ്. അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് മലമൽക്കാവ് UP സ്കൂളിൽ നിന്നാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ബാല്യകാലം മലമൽക്കാവ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് നീലത്താമര എന്ന കഥയ്ക്ക് പ്രചോദനമായത്. നീലത്താമര എന്ന് പേര് വന്നതോടെ പലർക്കും ചെങ്ങഴിനീർ പൂവിനെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടായി. നീലത്താമര എന്നത് സാഹിത്യപരമായ ഒരു പ്രയോഗമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ
ക്ഷേത്രക്കുളത്തിൽ വിരിയുന്ന പുഷ്പം ചെങ്ങഴിനീർ പൂവ് തന്നെയാണ്. നീല നിറത്തിലുള്ള ഒരു താമരയോ ആമ്പലോ അല്ല ചെങ്ങഴിനീർ. അതൊരു പ്രത്യേക സസ്യമാണ്. എന്നിരുന്നാലും വിശ്വാസത്തിന്റെ പേരിൽ ചെങ്ങഴിനീർ പൂവ് എന്ന പേര് ഭക്തർക്കിടയിൽ നീലത്താമര എന്ന് തന്നെ അറിയപ്പെടുന്നു. മലമൽക്കാവിലെ ചെങ്ങഴിനീർ പൂവ് വിരിയുന്ന പ്രതിഭാസം കേവലം ഒരു ഐതിഹ്യമായി മാത്രം കണക്കാക്കാനാകില്ല. വിശ്വാസം, പ്രകൃതിയുടെ പ്രത്യേകതകൾ, താന്ത്രിക ചടങ്ങുകൾ എന്നിവയെല്ലാം ഇതിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വിശ്വാസപ്രകാരം പ്രാർത്ഥിച്ചാൽ മാത്രം ഒരു പുഷ്പം വിരിയുക എന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന്റെ അനുഗ്രഹമാണ്. തൃപ്പടിയിൽ പണം വച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭക്തൻ പൂർണ്ണമായും ദൈവത്തിൽ അർപ്പിച്ച അവസ്ഥയിലായിരിക്കും. അവരുടെ അപേക്ഷയുടെ ആഴത്തിലുള്ള സത്യസന്ധതയാണ് പൂവായി വിരിയുന്നത് എന്നാണ് വിശ്വാസം. തൃപ്പടിയിൽ പണം വെച്ച് പ്രാർത്ഥിച്ച ഭക്തർക്കെല്ലാം പൂവ് വിരിഞ്ഞു കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന സാക്ഷ്യപ്പെടുത്തലുകൾ വിശ്വാസത്തിന്റെ അടിത്തറയ്ക്ക് കൂടുതൽ ശക്തി നൽകുന്നു. ഒരു വ്യക്തിയുടെ ആഗ്രഹവും ആവശ്യകതയും പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു സ്ഥലം എന്നത് മാനസികമായ ഒരു ശാന്തത നൽകുന്നു. ഇത് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. മലമൽക്കാവ് ക്ഷേത്രം പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ആദരവിന്റെ ഒരു പ്രതീകമാണ്. പ്രകൃതിയെ ആരാധിക്കുകയും അതിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്ന ഒരു പ്രാചീന സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ചെങ്ങഴിനീർ പൂവ്. കേരളത്തിലെ പല കാവുകളിലും ഇത്തരത്തിലുള്ള സസ്യ ജന്തുജാലങ്ങളെ സംരക്ഷിക്കുകയും അവയെ ആരാധനയുടെ ഭാഗമായി കണക്കാക്കുകയും ചെയ്തിരുന്നു. മലമൽക്കാവ് ക്ഷേത്രം കേവലം ചെങ്ങഴിനീർ പൂവിന്റെ പേരിൽ മാത്രമല്ല പ്രസിദ്ധം. വള്ളുവനാടിന്റെ തനത് സംസ്കാരവും കാഴ്ചകളും ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും അവിസ്മരണീയമായ അനുഭവം നൽകും. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ദൂരമുണ്ട് മലമൽക്കാവിലേക്ക്. ഭാരതപ്പുഴയുടെ തീരത്തായതിനാൽ പ്രദേശം പ്രകൃതി രമണീയമാണ്. ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിക്കും വള്ളുവനാടിന്റെ ചരിത്രവും പൈതൃകവും അടുത്തറിയാൻ സാധിക്കും. കേരളീയ ശൈലിയുള്ള ക്ഷേത്രവാസ്തുവിദ്യയും തടിയിൽ തീർത്ത മനോഹരമായ കൊത്തുപണികളും ക്ഷേത്രത്തിന്റെ പൗരാണികത വിളിച്ചോതുന്നു. ക്ഷേത്രത്തിലേക്കുള്ള നാട്ടുവഴികളും ക്ഷേത്രത്തിനു മുന്നിലെ വലിയ അരയാലും ഭക്തരുടെ മനസ്സിൽ എന്നും മായാത്ത അനുഭവമായി തങ്ങി നിൽക്കും. ഈ അരയാൽ എത്രയോ തലമുറകളുടെ പ്രാർത്ഥനകൾക്ക് സാക്ഷിയായി നിലകൊള്ളുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ധനുമാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ആഘോഷിക്കുന്ന താലപ്പൊലിയാണ്. ഈ സമയത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വാദ്യകലാകാരന്മാർ ഇവിടെയെത്തി മലമൽക്കാവ് തായമ്പകയുടെ സവിശേഷ ശൈലി അവതരിപ്പിക്കാറുണ്ട്. മലമൽക്കാവ് അയ്യപ്പ ക്ഷേത്രം ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നത് അവിടെ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്തരീക്ഷം കൊണ്ടാണ്. മറ്റു വലിയ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ശാന്തവും പ്രകൃതിയോടിണങ്ങിയതുമായ ഒരു അന്തരീക്ഷമാണുള്ളത്. ഇത് മനസ്സമാധാനത്തിനായി എത്തുന്നവർക്ക് അനുയോജ്യമാണ്. സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മലമൽക്കാവിലെത്തണം. ഭാഗ്യമുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ പ്രതീകമായി കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ചെങ്ങഴിനീർ പൂവ് കാണാനും സാധിക്കും. അത് കേവലം ഒരു പൂവ് കാണലല്ല, മറിച്ച് തലമുറകളായി കൈമാറി വരുന്ന ഒരു സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രകൃതിയുടെ രഹസ്യത്തിന്റെയും ദർശനമായിരിക്കും. മലമൽക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ ചെങ്ങഴിനീർ പൂവ് വിശ്വാസത്തിന്റെ പൂവായും MTയുടെ തൂലികയിലൂടെ അനശ്വരമായ നീലത്താമരയായും ഇന്നും തലമുറകളിലൂടെ കൈമാറി വരുന്ന ഒരു അത്ഭുത കഥയാണ്. ഈ ക്ഷേത്രം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിക്ക് ശാസ്ത്രത്തിനും യുക്തിക്കും അതീതമായ സ്ഥാനമുണ്ട് എന്നതാണ്. ചെങ്ങഴിനീർ പൂവ് വിടരുന്നത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമായിരിക്കാം. എന്നാൽ അത് കൃത്യമായി ആവശ്യപ്പെടുന്നവർക്കായി, മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നവർക്കായി വിരിയുന്നു എന്നത് ആ പ്രകൃതി പ്രതിഭാസത്തിൽ ഒരു ദൈവികമായ ഇടപെടലുണ്ട് എന്ന് വിശ്വസിക്കാൻ ഭക്തരെ പ്രേരിപ്പിക്കുന്നു. മലമൽക്കാവ് ഒരു ക്ഷേത്രം മാത്രമല്ല, അത് വിശ്വാസം, സാഹിത്യം, പ്രകൃതി, പാരമ്പര്യം എന്നിവ സംഗമിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ്. ഭാഗ്യം തേടിയെത്തുന്ന ഭക്തർക്ക് മുന്നിൽ ചെങ്ങഴിനീർ പൂവ് എന്ന നീലത്താമര പ്രാർത്ഥനയുടെ ഫലമായി ഇന്നും വിടർന്നു നിൽക്കുന്നു. ആ കാഴ്ച കാണാൻ വള്ളുവനാടിന്റെ ഈ മണ്ണിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേരുന്നത് ഒരു അനുഗ്രഹമായിരിക്കും.